നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരുരുട്ടാതി നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 2026 വർഷം മെയ് 17 മുതൽ 31 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഇവർക്ക് ഈ സമയത്തുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചും അവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദവും സുഖകരവുമാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് നിങ്ങളുടെ തൊഴിലില് ഒക്കെ നിങ്ങൾക്ക് സ്വയം ഭരണാധികാരം ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് കൂടുതൽ ആ തൊഴിലില് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനും പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കുവാനും ഒക്കെ കഴിയും. അതായത് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിട്ടുതരുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ചില ചർച്ചകളിലൂടെയൊക്കെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവാം, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെ ആവാം. കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതെല്ലാം നിങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ഭവനമൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സമയം, അങ്ങനെ ഭവനമൊക്കെ വാങ്ങി താമസിക്കുന്ന ഒരു സമയമൊക്കെയാണ്. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില തൊഴിലുകളും കഴിവുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഒന്നുകൂടെ പരിശീലനം നേടി അത് പ്രാവർത്തികത്തിലാക്കിയിട്ട് അതില് ഒരു വരുമാനം കൂടി നിങ്ങൾ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ജനോപകാരപ്രദമായിട്ടുള്ള ചില പ്രവർത്തികളിൽ നിങ്ങൾ ഏർപ്പെടുന്നത് മൂലം നിങ്ങളുടെ മനസ്സിന് ആശ്വാസമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതുമൂലം നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും പേരുമൊക്കെ ഉണ്ടാവുന്നതുമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അവസരങ്ങൾ പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ഒരുപാട് കാലമായിട്ട് അസുഖങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്നവര് ഉത്തേജന മരുന്നുകളൊക്കെ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ചികിത്സാ രീതിയിലേക്കൊക്കെ നിങ്ങൾ കിടക്കുന്നതാണ്. അത് കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ സാധിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ അഭിപ്രായം കാണിച്ച് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതാണ്. സുതാര്യവും നിയുക്തവുമായിട്ടുള്ള ഒരു സംസാര ശൈലി സർവ്വ ആധാരങ്ങൾക്കും നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങള് വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുന്നതാണ്. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തുന്നതാണ്. അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതാണ്. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിലും അതിൽ ചില ആളുകളൊക്കെ നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലുപരി ഉണർവുണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. ചില കാര്യങ്ങളിലൊക്കെ സന്ധി സംഭാഷണം നടത്തി അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അതിൽ നിങ്ങൾ തൃപ്തരാകുന്നതാണ്. ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷവും എല്ലാം നിങ്ങൾക്ക് കൂടുന്ന ഒരു സമയമാണ്. അഭ്യൂഹങ്ങൾ പലതും കേൾക്കുന്ന ഒരു സമയമാണ്. എന്നാലും ഇതിന്റെ സത്യാവസ്ഥയും സത്യത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തോട് പ്രതികരിക്കാവുള്ളൂ. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഇത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ്. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്താൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നതാണ്. ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങളുടെ താരകാസ്ഥിതി എല്ലാം കൃത്യമായിട്ടാണ് പോകുന്നത്. ഇത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഈ ഫലം നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ഒരു ഫലമാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.